ദൈവസ്നേഹത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മയോടും സ്നേഹനിധിയായ ദൈവത്തോടും നമ്മുടെ ഈശോയോടും സമർപ്പിച്ച് ചേർന്ന് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹവാനായ ദൈവമേ, കരുണാനിധിയായ കർത്താവേ, ഈ അനുഗ്രഹീത സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒത്തുചേരുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും എന്ന് അരുളി ചെയ്ത ഈശോയെ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയ തിരുമനസ്സിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിൽ നിൽക്കുവാൻ ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളുടെ കുറവുകളും ബലഹീനതകളും പാപങ്ങളും അങ്ങയുടെ തിരുമുൻപിൽ ഏറ്റുപറയുന്നു. അവിടുത്തെ അപാരമായ കാരുണ്യത്താൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ നിമിഷം ഞങ്ങളുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വരണമേ. അഗ്നിനാളമായി സൗമ്യമായ കാറ്റായി ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും വികാരങ്ങളെയും അങ്ങ് പൂർണ്ണമായി നിയന്ത്രിക്കണമേ. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ. എൻ്റെ ഹൃദയത്തിൽ വാസമുറപ്പിക്കുവാൻ അവിടുന്ന് എഴുന്നള്ളി വരണമേ. ആത്മാവിൻ്റെ ദാനങ്ങൾ ഞങ്ങളിൽ നിറയ്ക്കണമേ. കർത്താവേ, ഇന്ന് ഈ ആരാധനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരെയും അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ തിരുമുൻപിൽ സുഗന്ധധൂപമായി ഉയരട്ടെ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നു, എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ സർവാംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പ്രകീർത്തിക്കുക. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് ചെയ്ത നന്മകളൊന്നും മറക്കരുത്. നമുക്കെല്ലാവർക്കും നമ്മുടെ ഇരുകരങ്ങളും ദൈവസിംഹാസനത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാം. നാവുകൾ തുറന്ന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ ജീവനുള്ള ദൈവത്തെ സ്തുതിക്കാം. അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ അളവറ്റ നന്മകൾക്കായി കൃപകൾക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ അവിടുത്തെ മഹത്വപ്പെടുത്താം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, കർത്താവേ ആരാധന. ഹല്ലേലൂയ. ജീവനും സംരക്ഷണത്തിനും നന്ദിയായി അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, എനിക്ക് ശ്വസിക്കാൻ ജീവശ്വാസം തന്നതിനായി സ്തോത്രം. ഇന്ന് ലോകത്തിൽ എത്രയോ ആളുകൾ ആശുപത്രി കിടക്കകളിൽ ജീവനു വേണ്ടി പോരാടുമ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും സൗജന്യമായി ആയുസ്സും ആരോഗ്യവും തന്ന് കാത്തുസൂക്ഷിച്ച ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ അറിയാത്തതും അറിഞ്ഞതുമായ എത്രയോ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും എന്നെ അവിടുത്തെ മാലാഖമാരെ അയച്ച് സംരക്ഷിച്ച ദൈവമേ, അങ്ങേക്ക് കോടാനുകോടി സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ, ഇരുളിലും തളർച്ചയിലും താങ്ങി നിർത്തിയതിനായി അങ്ങേക്ക് നന്ദി. ഞാൻ നിരാശയുടെ ഇരുണ്ട താഴ്വരകളിലൂടെ നടന്നപ്പോൾ എനിക്കിനി ആരുമില്ല എന്ന് കരുതി കണ്ണീരൊഴുക്കിയപ്പോൾ എൻ്റെ അരികിൽ വന്ന് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നരുളി ചെയ്ത് എന്നെ നെഞ്ചോട് ചേർത്ത സ്നേഹനിധിയായ ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. മനുഷ്യർ എന്നെ ഒറ്റപ്പെടുത്തിയപ്പോഴും തള്ളിപ്പറഞ്ഞപ്പോഴും എൻ്റെ കുറവുകളോടെ എന്നെ സ്വീകരിച്ച കാരുണ്യമേ, അങ്ങേക്ക് ആരാധന. കർത്താവേ ആരാധന, യേശുവേ ആരാധന. കാൽവരിയിലെ കുരിശിൽ അവിടുന്ന് ചിന്തിയ തിരുരക്തത്തിനായി സ്തോത്രം. എൻ്റെ പാപങ്ങളും കുറവുകളും അപരാധങ്ങളും ഓർക്കാതെ അവിടുത്തെ തിരുരക്തത്താൽ എന്നെ വീണ്ടെടുത്ത മഹാസ്നേഹമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സൂര്യൻ ഉദിക്കുന്നിടത്തു നിന്ന് അസ്തമിക്കുന്നിടത്തോളം ദൂരത്തേക്ക് അവിടുന്ന് നമ്മുടെ അകൃത്യങ്ങളെ നമ്മിൽ നിന്ന് അകറ്റിയിരിക്കുന്നു എന്ന് അരുളി ചെയ്ത ദൈവമേ, അങ്ങേക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മുടെ ഭാരങ്ങളും ആദികളും
ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ ഭാരങ്ങളും കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ വയ്ക്കാം. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവനാണ്. നമ്മുടെ കടബാധ്യതകൾ മൂലം അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ കർത്താവിന് കൊടുക്കാം. മക്കളെക്കുറിച്ചുള്ള, ഭാവിയെക്കുറിച്ചുള്ള ഭയവും ഉത്കണ്ഠയും കർത്താവിന് സമർപ്പിക്കാം. നമ്മുടെ ശരീരത്തെ അലട്ടുന്ന വിട്ടുമാറാത്ത രോഗവേദനകളെ യേശുവിൻ്റെ തിരുമുറിവിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കുടുംബത്തിലെ വഴക്കുകളും അസ്വസ്ഥതകളും അൾത്താരയിൽ വെച്ച് കർത്താവിനെ ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, രാജാതിരാജാവേ സ്തോത്രം. ഞങ്ങളുടെ കർത്താവായ യേശുവേ, അങ്ങേക്ക് സ്തോത്രം. സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. യഹോവേ, സമൃദ്ധിയായി കരുതുന്ന ദൈവമേ, അങ്ങേക്ക് സ്തുതി. യഹോവേ, രോഗസൗഖ്യം നൽകുന്ന ദിവ്യവൈദ്യനായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. ഇമ്മാനുവേലേ, എന്നും ഞങ്ങളോട് കൂടെയുള്ള ദൈവമേ, അങ്ങേക്ക് സ്തുതി. ആദിയും അന്തവുമായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. ആരാധന യേശുവേ, ആരാധന. എൻ്റെ ദൈവത്തിന് ആരാധന. ജീവനുള്ള ദൈവത്തിന് ആരാധന. സൗഖ്യം നൽകുന്ന യേശുവിന് ആരാധന. നമുക്ക് ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവെക്കാം. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 1:37. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇന്ന് നാം ഈ പ്രാർത്ഥനയിൽ ഒത്തുചേർന്നിരിക്കുന്നത് നമ്മുടെ മനുഷ്യബുദ്ധിക്ക് അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ദൈവത്തിന് സാധ്യമാണെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ്. മനുഷ്യരായ നമുക്ക് വഴികൾ അടയുമായിരിക്കാം, ഡോക്ടർമാർ കൈവിടാമായിരിക്കാം, ബാങ്ക് കുടിശ്ശികൾ നമ്മെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം. എന്നാൽ സർവ്വവ്യാപിയായ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നമുക്ക് മരിയനോട് മധ്യസ്ഥവും കൃപാസന മാതാവിനോട് ഉടമ്പടിയും എടുക്കാം. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ആ കുടുംബത്തിന് മാനനന്ദം നഷ്ടപ്പെടാമായിരുന്നു. വലിയൊരു പ്രതിസന്ധി വന്നപ്പോൾ അവിടെ ഓടിയെത്തി ഇടപെട്ടത് പരിശുദ്ധ അമ്മയാണ്. അമ്മ അവിടെ ഉപദേശം നൽകിയത് പണക്കാർക്കോ ഭരണാധികാരികൾക്കോ അല്ല, മറിച്ച് വേലക്കാർക്കാണ്. അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക. ഇന്നും കൃപാസനനാഥയായ പരിശുദ്ധ അമ്മ നമ്മളോട് അതുതന്നെയാണ് പറയുന്നത്. യേശു പറയുന്നത് പോലെ ജീവിക്കുക. കൃപാസന അമ്മയുടെ മാധ്യസ്ഥത വഴി ലോകമെമ്പാടും ലക്ഷക്കണക്കിന് അത്ഭുതങ്ങളാണ് നടക്കുന്നത്. കൃപാസന ഉടമ്പടി എന്നത് വെറുമൊരു പ്രാർത്ഥനയല്ല, മറിച്ച് ദൈവത്തോടും പരിശുദ്ധ അമ്മയോടും നാം നടത്തുന്ന ആത്മീയ വാഗ്ദാനമാണ്. വചനം വായിച്ച് ജീവിക്കുമെന്ന വാഗ്ദാനം, കൂദാശകളിൽ പങ്കുചേരുമെന്ന വാഗ്ദാനം, കരുണയുടെയും സ്നേഹത്തിൻ്റെയും പ്രവൃത്തികൾ ചെയ്യാമെന്ന വാഗ്ദാനം. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്താണ്? മാറാത്ത വേദനാജനകമായ രോഗമാണോ? വൻ സാമ്പത്തിക തകർച്ചയും കടബാധ്യതയുമാണോ? കുടുംബത്തിലെ വഴക്കും സമാധാനക്കേടുമാണോ? മക്കളുടെ ഭാവിയെക്കുറിച്ചോ വിവാഹ തടസ്സങ്ങളെക്കുറിച്ചോ ഉള്ള ഉത്കണ്ഠയാണോ? ധൈര്യമായിരിക്കുക. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കൃപാസനനാഥയുടെ മധ്യസ്ഥതയാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈ അൾത്താരയിൽ കർത്താവിന് സമർപ്പിക്കുക. അമ്മ വഴി നമുക്ക് യേശുവിലേക്ക് കടക്കാം. നമുക്ക് രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, ദൈവവചനം നമ്മോട് ഉറപ്പിച്ചു പറയുന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 53:5 അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യമുള്ളവരായി തീർന്നിരിക്കുന്നു. അന്ന് യേശു ഗലീലിയായിലെ വീഥികളിൽ രോഗികളെ തൊട്ടു സൗഖ്യമാക്കിയതുപോലെ ഇന്നും അതേ ശക്തിയോടെ നമ്മുടെ മധ്യത്തിലുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് രോഗമുള്ള ശരീരഭാഗങ്ങളിൽ നിങ്ങളുടെ വലതുകരം വയ്ക്കുക. മാനസികമായ തകർച്ചയാണെങ്കിൽ ഹൃദയത്തിൽ വയ്ക്കുക. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവരുടെ പേര് മനസ്സിൽ വിചാരിച്ച് കൈകൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. വചനം വിശ്വസിച്ച് കർത്താവിൻ്റെ സൗഖ്യദായകമായ തിരുരക്തത്തിൻ്റെ ശക്തി അവകാശപ്പെട്ട് നമുക്ക് എല്ലാവർക്കും കൂട്ടായി യേശുവിനോട് പ്രാർത്ഥിക്കാം. മഹാമാരികളിൽ നിന്നും മാരകരോഗങ്ങളിൽ നിന്നുമുള്ള വിടുതൽ കർത്താവായ യേശുവേ, എല്ലാവിധ മാരകരോഗങ്ങളാലും ശാരീരിക അസ്വസ്ഥതകളാലും ദുരിതമനുഭവിക്കുന്ന അങ്ങയുടെ മക്കളെ ഓർക്കുന്നു. ഈ നിമിഷം അങ്ങയുടെ തിരുരക്തത്താൽ അവരെ കഴുകണമേ. അവിടുത്തെ അത്ഭുതകരമായ സൗഖ്യദായകമായ അനുഗ്രഹം വഴി അവരുടെ ശരീരകോശങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. അസുഖബാധിതമായ കോശങ്ങൾ നശിച്ചു പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിശുദ്ധവും
ആരോഗ്യമുള്ളതുമായ പുതിയ കോശങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടട്ടെ. വിട്ടുമാറാത്ത രോഗങ്ങൾക്കും ശരീര അവയവങ്ങൾക്കുമുള്ള സൗഖ്യം, ഹൃദ്രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, പ്രമേഹം, രക്തസമ്മർദ്ദം, എല്ല് തേയ്മാനം, സന്ധിവാതം, നാഡീവ്യൂഹ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയാൽ പ്രയാസപ്പെടുന്നവരെ യേശുവേ അങ്ങ് തൊട്ടനുഗ്രഹിക്കണമേ. വൈദ്യശാസ്ത്രം വിധി എഴുതിയ അവസ്ഥകൾ മാറി മറയട്ടെ. ഡോക്ടർമാർ ഇനി മാറ്റമില്ല എന്ന് വിധി എഴുതിയ കാലങ്ങളായി വില കൂടിയ മരുന്നുകൾ കഴിച്ചിട്ടും ശമനമില്ലാത്ത രോഗങ്ങൾക്ക് ഈ നിമിഷം യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പരിപൂർണ സൗഖ്യം പ്രാപിക്കുന്നു. യേശുവേ ഞങ്ങൾക്ക് സൗഖ്യം തരണമേ. യേശുവേ ഞങ്ങളെ സ്പർശിക്കണമേ. സൗഖ്യം തരുന്നതിനായി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആന്തരിക മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മാനസിക ഭാരങ്ങളാലും ഡിപ്രഷൻ പോലെയുള്ള ബുദ്ധിമുട്ടുകളും, അമിതമായ ചിന്തകൾ കാരണം ബുദ്ധിമുട്ടുന്നവരും, അകാരണ ഭയം കാരണം വിഷമിക്കുന്നവരും, ഉറക്കമില്ലായ്മ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളവർക്കും, എല്ലാ രീതിയിലുമുള്ള അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നവരുടെ മനസ്സുകളിലേക്ക് ദിവ്യ സമാധാനം ഇറങ്ങി വരട്ടെ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്നരുളി ചെയ്ത കർത്താവേ, ഇവരുടെ ഹൃദയത്തിലെ ഭയത്തിൻ്റെയും നിരാശയുടെയും ആത്മാവിനെ പുറത്താക്കി അവിടുത്തെ സമാധാനത്താൽ നിറയ്ക്കണമേ. ആത്മഹത്യാ ചിന്തകളിൽ നിന്നും ഇവരെ മോചിപ്പിക്കണമേ. ജീവിതം അടുത്തു, എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കരുതി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന മക്കളുടെ മേൽ യേശുവിൻ്റെ ജീവൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. പ്രകാശത്തിൻ്റെ രശ്മികൾ അവരുടെ ഇരുണ്ട ചിന്തകളിലേക്ക് കടന്നു ചെല്ലട്ടെ. ഹൃദയമുറിവുകളുടെ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ചെറുപ്പകാലത്ത് അനുഭവിച്ച തിരസ്കരണങ്ങൾ, പാരമ്പര്യമായി വന്ന മാനസിക വിഷമങ്ങൾ, സ്നേഹിക്കപ്പെടാതെ പോയ നിമിഷങ്ങൾ, ചതിക്കപ്പെട്ടതും ഒറ്റപ്പെട്ടതുമായ അനുഭവങ്ങൾ മൂലമുള്ള ആന്തരിക മുറിവുകളെ യേശുവിൻ്റെ തിരുമുറിവുകളാൽ ഈ നിമിഷം സൗഖ്യമാക്കണമേ. കുടുംബ തലമുറ ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതലിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദുശീലങ്ങളിൽ നിന്നും അടിമത്തങ്ങളിൽ നിന്നും മോചനം, മദ്യം, മയക്കുമരുന്ന്, പുകയില, മൊബൈൽ ഫോൺ അഡിക്ഷൻ, അവിഹിത ബന്ധങ്ങൾ എന്നിവയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്ന മക്കളെ കർത്താവെ അങ്ങയുടെ തിരുസന്നിധി ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ മേലുള്ള തിന്മയുടെ അടിമത്ത ബന്ധനങ്ങൾ ഒട്ടിയകലട്ടെ. സന്താനഭാഗ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സന്താനമില്ലാതെ വർഷങ്ങളായി മനനൊന്ന് കരയുന്ന ദമ്പതികളുടെ ഗർഭപാത്രങ്ങളെ സർവശക്തനായ ദൈവമേ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥതയാൽ അവർക്ക് നല്ല ഉദരഫലം ലഭിച്ച് കുടുംബത്തിൽ സന്തോഷം നിറയട്ടെ. നമ്മുടെ സാമ്പത്തിക കടബാധ്യതകൾ മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തിലെ വൻ സാമ്പത്തിക തകർച്ചകൾ, ജോലി തടസ്സങ്ങൾ, ബിസിനസ്സിലെ നഷ്ടങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, കുടുംബ വഴക്കുകൾ എന്നിവയ്ക്ക് കാരണമാകുന്ന എല്ലാവിധ അന്ധകാര ശക്തികളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് പുറത്താക്കണമേ. കർത്താവായ യേശുവേ, ഈ സമയം ഞങ്ങൾ സമർപ്പിച്ച ഓരോ പ്രാർത്ഥനയും അങ്ങ് കേട്ടതിനായി സ്തോത്രം. അവിടുത്തെ തിരുരക്തത്താൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഓരോ വ്യക്തികളും കഴുകപ്പെട്ടിരിക്കുന്നു. തിന്മയുടെ യാതൊരു ശക്തിക്കും ഇനി ഇവരുടെ മേൽ അധികാരമില്ല. യേശുവേ, ഞങ്ങളെ തൊട്ടനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വേദനകൾ അങ്ങേ തിരുരക്തത്താൽ സുഖമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപാസന മാതാവിനോടുള്ള സമ്പൂർണ്ണ സമർപ്പണവും മരിയൻ മധ്യസ്ഥതയും ഈ നിമിഷം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപാസന മാതാവിൻ്റെ രൂപത്തിലേക്കോ ഹൃദയത്തിലേക്കോ ദൃഷ്ടികൾ തിരിക്കുക. നമുക്ക് അവിടുത്തെ നോക്കി പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ഫലമില്ലാതെ പോവുകയില്ല. കുരിശിൻ ചുവട്ടിൽ വെച്ച് യേശു നമുക്ക് അമ്മയായി നൽകിയ പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ സങ്കടങ്ങളുടെ വലിയ സങ്കേതമാണ്. നമുക്ക് പൂർണ്ണ വിശ്വസ്തയോടെ കൃപാസന അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ അടിയറവ് വയ്ക്കാം. നമുക്കൊന്നു ചേർന്ന് അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവതിയായ അമ്മേ, കൃപാസനനാഥേ, അങ്ങയുടെ മാതൃസഹജമായ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ ഓടിയെത്തുന്നു. അങ്ങയുടെ സങ്കേതത്തിൽ ഓടിവന്ന് സഹായം തേടിയവരെയും അങ്ങയുടെ മധ്യസ്ഥം അപേക്ഷിച്ചവരെയും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന ആഴമേറിയ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ പ്രണമിക്കുന്നു. അമ്മേ, ഞങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും ഞങ്ങളുടെ കുടുംബത്തിലെ സകല അംഗങ്ങളെയും അങ്ങയുടെ തിരുമുൻപിൽ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ജീവിതവും ഭാവിയും അധ്വാനങ്ങളും അമ്മയുടെ മാതൃകരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, മനുഷ്യരായ മറ്റാരോടും പറയാൻ കഴിയാതെ
ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ ഞങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന നിഗൂഢമായ വേദനകളും കണ്ണുനീരും അമ്മ കാണുന്നുണ്ടല്ലോ. ആരും മനസ്സിലാക്കാതെ പോയ ഞങ്ങളുടെ നൊമ്പരങ്ങൾ, സാമ്പത്തിക കുടുക്കുകൾ മൂലമുള്ള അപമാനങ്ങൾ, മക്കളുടെ വഴിതെറ്റിയ ജീവിതങ്ങൾ ഓർത്ത് ആരും കാണാതെ കരഞ്ഞ രാവുകൾ, വിവാഹ തടസ്സങ്ങൾ മൂലവും തൊഴിലില്ലായ്മ മൂലവും അനുഭവിക്കുന്ന നിരാശകൾ, വിട്ടുമാറാത്ത രോഗങ്ങളാൽ ശരീരം തളരുമ്പോഴുള്ള ഭയങ്ങൾ, ഇവയെല്ലാം അമ്മയുടെ തിരുക്കുമാരനായ യേശുവിൻ്റെ ദിവ്യസിംഹാസനത്തിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി അഹോരാത്രം മധ്യസ്ഥം വഹിക്കണമേ. കൃപാസനനാഥേ, കാനായിലെ കല്യാണ വിരുന്ന് വെച്ച് അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക എന്ന് അങ്ങ് നൽകിയ ഉപദേശം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇന്ന് ഞങ്ങൾ മാതാവേ, യേശുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുമെന്നും ദിവസവും വിശുദ്ധ ഗ്രന്ഥം വായിച്ച് പ്രാർത്ഥിക്കുമെന്നും വിശുദ്ധ കുർബാനയിലും കുമ്പസാരത്തിലും ഭക്തിയോടെ പങ്കുചേരുമെന്നും എളിയവനോടും പാവപ്പെട്ടവനോടും കരുണ കാണിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ഈ ഉടമ്പടി പ്രാർത്ഥന വഴി ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവിക സമാധാനവും ഹൃദയങ്ങളിൽ ദൈവസ്നേഹവും ശരീരങ്ങളിൽ സൗഖ്യവും നിറഞ്ഞു കവിയുമാറാകട്ടെ. കൃപാസന മാതാവേ, അങ്ങേ മാതൃതണലിൽ ഞങ്ങളെ കാക്കണമേ. മക്കളായ ഞങ്ങളുടെ കണ്ണുനീരൊക്കെയും യേശുവിൻ സന്നിധേ അമ്മയെ അർപ്പിക്കണമേ. നന്മ നിറഞ്ഞ മറിയം വാഴ്ത്തപ്പെടട്ടെ. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മ വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ഈ അനുഗ്രഹീതമായ സമയമത്രയും നമ്മോടൊപ്പമായിരുന്ന ദൈവത്തിന് കോടാനുകോടി നന്ദി. ഈ ആരാധനയിലൂടെ കർത്താവ് നമുക്ക് നൽകിയ ആന്തരിക സമാധാനത്തിനും രോഗസൗഖ്യത്തിനും കൃപാസന അമ്മ വഴി ലഭിച്ച എല്ലാ മധ്യസ്ഥ അനുഗ്രഹങ്ങൾക്കുമായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേട്ടെന്ന് പൂർണ്ണമായ വിശ്വാസത്തോടെ കർത്താവ് പഠിപ്പിച്ചൊരു പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ കനിവുള്ള നയനങ്ങൾ നിങ്ങളുടെ മേൽ പതിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവസ്നേഹത്തിൽ പ്രിയമുള്ളവരെ, കൃപാസന മരിയൻ ഉടമ്പടി പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നമ്മോടൊപ്പം പങ്കുചേർന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കാൻ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, മാറേണ്ട രോഗങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, മറ്റ് കടമ്പകൾ എന്നിവ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങളുടെ പേരും താഴെ എഴുതാൻ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. വരാനിരിക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ കൃപാസന മാതാവിൻ്റെ ആൾത്താരയിൽ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ കൂടുതൽ ആളുകളിലേക്ക് ദൈവവചനവും കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥതയും എത്തിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. അടുത്ത പ്രാർത്ഥനകളും വിടുതൽ ശുശ്രൂഷകളും യഥാസമയം ലഭിക്കുന്നതിനായി നമ്മുടെ ബെല്ലൈക്കൺ ഓൾ എന്ന് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. വേദന അനുഭവിക്കുന്ന നിങ്ങളുടെ സഹോദരങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും അനേക ദൈവിക മക്കൾക്ക് ആശ്വാസം എത്തിക്കാനും നിങ്ങളെല്ലാവരും ഇതിൽ പങ്കാളികളാകുക. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കൃപാസനനാഥയുടെ മാതൃപരിപാലനം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. യേശുവേ നന്ദി. മാതാവേ നന്ദി.